വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനൊടുവിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആ അന്തിമ വോട്ടർ പട്ടികയിൽ പുറത്തുപോയത് 8.97 ലക്ഷം പേരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലും. തിരുവനന്തപുരം ജില്ലയിലെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ നോക്കിയാൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളുടെ വോട്ടർമാരുടെ കുറവാണ് ഈ 4 മാത്രം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളാണ് ഈ പറയുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടമൊക്കെ. അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം BJP വലിയ നേട്ടം ഉണ്ടാക്കിയ മണ്ഡലങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ നഗര ഭാഗങ്ങൾ കൂടിയാണ് ഈ പറയുന്നവ. അപ്പോൾ എങ്ങനെയാണ് ഇവിടങ്ങളിൽ മാത്രം ഇത്രയധികം വോട്ടർമാരുടെ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. എന്തായാലും അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അത് പ്രവാസികളാണ്. പ്രവാസികൾ അപേക്ഷ നൽകി ഓക്കെ എന്ന് പറഞ്ഞിട്ടും അവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല, അവർ ഒഴിവാക്കപ്പെട്ടു എന്ന തരത്തിലുള്ള പരാതികൾ കൂടി ഉയർന്നു വരുന്നു. നമ്മൾ ഇതെല്ലാം വിശദമായി പരിശോധിക്കുകയാണ്. ആദ്യം പ്രമോദ് സർ, ഈ കണക്കിൽ ഒരു പ്രശ്നമില്ലേ? കണക്കിൽ ഒരു അസാധാരണത്വമുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 4 മണ്ഡലങ്ങളിലെ ഡിലീഷൻസ് നോക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെയാണ്. കാരണം നമ്മൾ കാണേണ്ടത് ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നത് 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക എന്നുള്ളത്. അതാണ് ഒരു ബേസ് ഡേറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അന്ന് ഫ്രീസ് ചെയ്തിട്ട് അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് എത്ര പേർ അതിനോട് എത്ര കൂട്ടിച്ചേർക്കപ്പെടുന്നു, അതിൽ നിന്ന് എത്ര കുറയുന്നു എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 4 മാസം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 4 മാസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ 47,000-ഓളം പേർ കുറയുക എന്ന് പറഞ്ഞാൽ അത് അത്ര സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ കാണേണ്ടത് വടക്കേ അറ്റത്ത്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ 164 പേരെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? 164 പേർ കുറയുകയല്ല, കൂടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടിയതാണ്, കുറയല്ല. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഈ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നുകിൽ സംഭവിച്ചിരിക്കുക അവിടെ അത്രയധികം വ്യാജ വോട്ടർമാരുണ്ടായിരുന്നു എന്നുള്ളതാണ്, അവർ മുഴുവൻ നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ഇത്രയധികം വോട്ട് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത് ഈ വ്യാജ വോട്ടർമാരുടെ കൂടി പിന്തുണ കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ വോട്ട് കൊണ്ടാണോ? എന്തായാലും നമുക്കറിയാം BJPക്ക് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണിത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം BJPക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനുമില്ല. നമ്മൾ കാണേണ്ടത് എത്രയും ഒരുപക്ഷെ പുറത്ത് നിന്ന് വന്ന് അവിടെ വോട്ട് ചെയ്തിരുന്ന ആളുകൾ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മാറ്റി. എന്നാൽ തന്നെയും ഇത്രയധികം 4 മാസത്തിനുള്ളിൽ അത്രയധികം പേർ മരിച്ചു പോയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ടതാകാം. അപ്പോൾ അതെന്താണ് എന്നുള്ളത്, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ പറയുന്ന മണ്ഡലങ്ങളിലല്ല, ഈ 4 മണ്ഡലങ്ങൾ കൂടാതെ പിന്നീട് ഇങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിൽ മിക്കവാറും ഒക്കെ വോട്ട് കുറയുകയാണ് ചെയ്തത്. തെക്കൻ കേരളം ഏതാണ്ട് മധ്യ കേരളം തൊട്ട് അങ്ങോട്ട് വോട്ട് കുറയുകയാണ് ചെയ്തത്. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 5 വോട്ടർമാരുടെ എണ്ണം കൂടി, 5 കൂടി. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് മലപ്പുറത്ത് 16 നിയോജക മണ്ഡലങ്ങളുണ്ട്. 16 നിയോജക മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ എണ്ണം കൂടി. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ്? ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തായാലും കാസർഗോഡായാലും ഒരുപക്ഷെ നമുക്കറിയാം മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് ഏറെക്കുറെ. അപ്പോൾ തങ്ങളുടെ വോട്ടവകാശം സംബന്ധിച്ച ഒരു പ്രക്രിയ കൂടിയാണ് ഈ നടക്കുന്നത് എന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ വോട്ട് ചേർക്കുക എന്നൊരു പ്രക്രിയയിലേക്ക്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് അതിന് കാര്യമായ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ വോട്ട് അവിടുന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചതിൻ്റെ, ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് വോട്ട് വർദ്ധിച്ചതാകാം ഒരുപക്ഷെ. അതേസമയം അത് കാസർഗോഡ് ജില്ലയിലും കാര്യക്ഷമമായി നടന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണോ അവിടുത്തെ ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇതല്ല സ്ഥിതി. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നേരത്തെ വിട്ടുപോയിട്ടുള്ള വോട്ടുകൾ ഒക്കെ തന്നെയാണ്. കുറയുന്നതാണ് നമുക്ക് പിന്നെ സംശയിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഫോം 7 എന്ന് പറയുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് അതിനെക്കുറിച്ച് നിയമജ്ഞർ പറയുന്നത്. ആ നൊട്ടോറിയസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഇപ്പോൾ എനിക്ക് എൻ്റെ ബൂത്തിൽ വോട്ടറായ എനിക്ക് ദിവ്യ എൻ്റെ അതേ ബൂത്തിൽ വോട്ടറാണെങ്കിൽ ദിവ്യയുടെ വോട്ട് ക്യാൻസൽ ചെയ്യിക്കാൻ എനിക്ക് റദ്ദാക്കിക്കാൻ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു കാരണമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയാൽ മതി. ഇതൊരു വശത്ത് കാര്യമായി നടന്നോ എന്നുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത്. അത് വിശദീകരിക്കേണ്ടതും അതിനി പരിശോധിച്ച്, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളെ ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് പിന്നെ KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളത് പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വലിയ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ബൂത്ത് വൈസായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി ഇനി സംഭവിക്കാനുണ്ട്. ഇതല്ല അന്തിമമായി ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന വോട്ടർമാരുടെ എണ്ണം ഇതായിരിക്കണമെന്നില്ല. കാരണം ഫോം 6 ഉപയോഗിച്ച് ഇനിയും വോട്ട് ചേർക്കാം. വോട്ടർ പട്ടികയിലേക്ക് വരാൻ ഇനിയും, ഇതെന്ന് പറഞ്ഞ SIRൻ്റെ ഫൈനൽ പട്ടികയാണ്. അപ്പോൾ ഇനി വോട്ട് ചേർക്കണമെങ്കിൽ, അതായത് വരുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കണമെങ്കിൽ ഫോം 6 ഉപയോഗിച്ച് ഇനിയും ചേർക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ രാജ്യവ്യാപകമായി പലയിടത്തും ദുരുപയോഗം ചെയ്തിട്ടുള്ളതായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ബീഹാറിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, പിന്നെ ഇവിടെ ആന്ധ്രാപ്രദേശിൽ കർണാടകയിൽ അല്ലേ, കർണാടകയിൽ ഒക്കെ ഈ വോട്ട് ചോരി എന്ന നിലയിൽ ചെയ്തിട്ടുള്ള ഈ ഫോം 6 വെച്ചിട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു പിന്നെ വാടക റെസീറ്റ് മതി, അത് വെച്ചുകൊണ്ട് വോട്ട് ചേർക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഈ ഇലക്ഷന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക ഉണ്ടാക്കലല്ല യഥാർത്ഥത്തിൽ SIR വഴി നടന്നിട്ടുള്ളത് എന്നാണ്. അത് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വോട്ടവകാശമുള്ള പൗരന്മാരുടെ എണ്ണം കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അത് നിജപ്പെടുത്തുകയാണ്. അതിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് എന്നാണ് ഞാൻ പറയുക. മറിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തിലേക്ക് ഇനിയും കടന്നു വരാം. അതാണ് പിന്നെ ഫ്ലാറ്റിൻ്റെ ഒരു മുറിയിൽ ഒരു ഫ്ലാറ്റിൽ 16 പേരും 30 പേരും ഒക്കെ വോട്ട് ചേർക്കുന്ന ഒരു നിലയിലേക്ക് വരിക. അതിനെക്കുറിച്ച് പിന്നീട് പരാതി പറയാൻ ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നൊരു കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്നത് ഒരു റൈറ്റാണ്, അവരുടെ അവകാശമാണ്. അതുകൊണ്ട് അവർക്ക് വോട്ട് നിഷേധിക്കാൻ കഴിയില്ല. പിന്നീട് മാത്രമേ അത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് കലക്ടറും പോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. അപ്പോൾ അതാണ് ഇനിയും സംഭവിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതോടെ അപകടം അവസാനിച്ചു എന്ന് നമുക്ക് പറയാനേ കഴിയില്ല. ഈ പറയുന്ന പ്രക്രിയ കൂടി പൂർത്തിയാക്കി അതിലും വളരെ ജാഗരൂകമായി ഇരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അജംസ്, ഇവിടെ രണ്ട് തരത്തിൽ സംഭവിക്കാനിടയില്ല. ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന കള്ള വോട്ടർമാർ ചിലപ്പോൾ പുറത്തു പോയതായിരിക്കാം ഈ പരിഷ്കരണം വന്നപ്പോൾ. രണ്ടാമത്തേത്, മഞ്ചേശ്വരത്തേക്ക് ഉണ്ടായതുപോലെ ഇന്ത്യൻ പൗരന്മാരല്ല എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ അപേക്ഷ നൽകി പുറത്താക്കിയതുമാണ്. ഇത് രണ്ടും സംഭവിക്കാൻ സാധ്യതയില്ലേ? ഈ രണ്ടാമത് പറഞ്ഞ കാര്യം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അത് സംബന്ധിച്ച് പരാതികൾ വന്നാലേ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ SIRൻ്റെ അന്തിമ പട്ടിക വന്നിട്ട് അങ്ങനെ വലിയ തോതിൽ എൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു, അത് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ പൗരനായ എൻ്റെ വോട്ട് ഇല്ല, പുതിയ പട്ടികയില്ല എന്നൊരു പരാതി അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിപ്പോൾ വലിയ തോതിൽ വോട്ട് നീക്കപ്പെട്ടത് ഈ തെക്കൻ ജില്ലകളിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതലെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ന്യായമായി അനുമാനിക്കാവുന്ന കാര്യം. അപ്പോൾ മുമ്പ് BJPക്ക് നല്ല വോട്ടുകൾ ലഭിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഈ വോട്ടുകൾ നീക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ആയിരുന്നു മുന്നിൽ, നേമത്തൊക്കെ മുന്നിലാണ്. ഇപ്പോൾ ആ നേമത്തെ ആ വോട്ട് വെച്ചിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാൻ പോവാണ് BJP സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ നേമത്ത് നിന്ന് എത്ര വോട്ടാണ് പോയത്? 38,000 വോട്ട് മാറുകയാണ് നേമ മണ്ഡലത്തിൽ നിന്ന്. 38,000 എന്ന് പറഞ്ഞ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചെറിയ വോട്ടല്ല. 3,000-നാണ് ജയിച്ചത്. ചെറിയ ശിവൻകുട്ടി ലാസ്റ്റ് ജയിച്ചത് 3,000 വോട്ടിനാണ്. അപ്പോൾ 38,000 വോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് നമ്പറാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ. അത്രയും വോട്ടർമാർ പോവുക, അതായത് ഒരു അസംബ്ലി മണ്ഡലത്തിലെ മൊത്തം വോട്ടർമാർ 1/3 വരെ വോട്ട്, അത്രയും വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിനെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അത് കള്ളവോട്ടായിരുന്നു. കള്ളവോട്ടാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ട് മുമ്പ് 2021 ശിവൻകുട്ടി ജയിച്ചതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒക്കെ BJP എങ്ങനെയാണ് 2ാം സ്ഥാനത്ത് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അത്രയും വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ആര് വിശദീകരിക്കണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, BJP അല്ല. BJPക്ക് പറയാം ഞങ്ങളുടെ വോട്ടല്ല, അത് കള്ളവോട്ടായിരുന്നു, ഞങ്ങൾ ചേർത്തതല്ല എന്ന് അവർക്ക് പറയാം.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം ഇത്ര വോട്ട് എങ്ങനെയാണ് വ്യാജ വോട്ടായി മാറിയത്, അവരിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തതാണോ, അതല്ല താമസം മാറിയതാണോ, മരിച്ചു പോയതാണോ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ SAR തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി, ഇത് വളരെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തണ്ടേ, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇത്രയും വോട്ട് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് മാറിയതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എനിക്ക് വോട്ടുണ്ടായിരുന്നില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ വോട്ട് ചേർത്തിട്ടുണ്ട്, എൻ്റെ വോട്ടുണ്ട് എന്ന് ഞാൻ നേരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന് നമുക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും, എൻ്റെ വോട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇത് ആരുടെയൊക്കെ വോട്ടാണ് ഇപ്പോൾ ഇതിൽ കയറിയിട്ടുള്ളതെന്ന് എങ്ങനെ അറിയും? ഇപ്പോൾ എൻ്റെ ബൂത്ത് എന്ന് പറഞ്ഞൊരു നഗരസഭയുള്ള ബൂത്താണ്. അവിടെ പരസ്പരം ആളുകൾ അങ്ങനെ പരസ്പരം അറിയണമെന്നില്ല, അയൽപക്ക ബന്ധങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഒരു വീട്ടു നമ്പർ പോലും ഇല്ലാത്ത വോട്ടർമാർ അതിലുണ്ട്. വീട്ടു നമ്പർ, കാരണം അവിടെ വീട്ടു നമ്പർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവാനുള്ള സാധ്യത തുലവും കുറവാണ്, ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് വീട്ടു നമ്പറൊക്കെ ഇല്ലാതെ പേര് ഇത് വരുന്നത്? വീട്ടു നമ്പരേ ഇല്ലാത്ത ഒരു പേര്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര്, അല്ലെങ്കിൽ ഭാര്യയുടെ പേര് പുരുഷൻ്റെ ആണെങ്കിൽ അങ്ങനെ ചേർത്തിട്ടാണ് വോട്ട് കാണുന്നത്. അങ്ങനെ വ്യക്തതയില്ലാത്ത വോട്ടർ ലിസ്റ്റ് ഈ തീവ്ര പരിശോധന എന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലായാലും പുറത്തായാലും വോട്ട് നീക്കുക എന്നതിനേക്കാൾ വ്യാജ വോട്ട് ചേർക്കുക എന്നുള്ളതാണ് ഈ വോട്ട് ചോരിയുടെ പ്രധാനപ്പെട്ട കാര്യം. വോട്ട് നീക്കുന്നതിനേക്കാൾ വ്യാജ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നഗരസ്വഭാവമുള്ള മണ്ഡലങ്ങളിലെ പ്രശ്നം, ഈ ഒരു ബൂത്ത് ഏജൻറ്റ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും എൻ്റെ ബൂത്തിരിക്കുന്ന സ്ഥലത്തെ CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോ ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവർക്കാണ് ഇത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കഴിയുക. ഇപ്പോൾ CPM-ൻ്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി, ഒരു ബൂത്തിലെ ബ്രാഞ്ച് കമ്മിറ്റി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി, അവരിതെടുത്ത് പഠിച്ചിട്ട് ഇത് ഇന്ന ആളുകളാണ്, ഈ വോട്ടർ ലിസ്റ്റിലുള്ള ഇന്ന ആളുകളാണെന്ന് അവർ അത് ഉറപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു വോട്ടർക്കോ വേറെ ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് വോട്ടർമാരെ അറിയുക, ഒരു ബൂത്തിലുള്ള ഇന്ന വോട്ടർമാരാണെന്ന് അവർക്കാണ് അറിയുക. അവർ പരിശോധിക്കാതെ ഇനി ഇതിൽ കൃത്രിമം ഉണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. മാധ്യമങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇത് വ്യാജ വോട്ടാണോ അല്ലേ, അല്ലെങ്കിൽ നീക്കിയ വോട്ടുകൾ ഏതൊക്കെ, നീക്കിയ വോട്ടുകളുടെ ലിസ്റ്റും പട്ടികയും പ്രസിദ്ധീകരിക്കണമല്ലോ, സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. നീക്കപ്പെട്ടവരാരൊക്കെ, ഇതെങ്ങനെയാണ് അറിയുക? മാധ്യമങ്ങൾക്ക് പോലും അത് ഡിഗ് ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന 8.97 ലക്ഷം ആളുകളുടെ പട്ടിക പുറത്തു വിടണം അല്ലേ? വേണ്ടേ? വേണം. അതെ, അതെന്തുകൊണ്ട് പുറത്താക്കിയെന്ന് പറയണ്ടേ? അത് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ബീഹാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി, ഇവിടെ അത് പറയണ്ടേ? മറ്റൊന്ന്, ഇതൊരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലല്ല ഇപ്പോൾ വോട്ടർ ലിസ്റ്റ് ഉള്ളത്. നമ്മളിപ്പോൾ പോയി നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബൂത്തിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പരിശോധിക്കാം, നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ എപ്പിക് നമ്പറോ പേരോ മറ്റ് ഡീറ്റെയിൽസോ കൊടുത്തിട്ട് നോക്കാം. അതല്ലാതെ പുതുതായി ചേർത്തവരാര്, ഇതിൽ വീട്ടു നമ്പർ ഇല്ലാത്ത എത്ര എണ്ണമുണ്ട്, ഇതൊന്നും നമുക്ക് വേറെ രീതിയിൽ ഒരു മെറ്റാ ഡാറ്റ ഫോർമാറ്റിൽ നമുക്കത് പരിശോധിക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ SAR പൂർത്തിയായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളുടെയെങ്കിലും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പ്രത്യേകിച്ച് ഒന്ന് സാർ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ തിരുവനന്തപുരത്ത് ഇത്രയും കള്ളവോട്ട് വന്നു, അതിന് മറുപടി പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയേണ്ട മറുപടിയാണ്. മറ്റൊന്ന്, ഈ വ്യക്തമായ വിശദാംശങ്ങളില്ലാതെ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുണ്ടോ എങ്കിൽ അവരാരൊക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഇനിയും വോട്ട് ചേർക്കാൻ സമയമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് വരെ ചേർക്കും. തൃശ്ശൂരൊക്കെ അത് സംഭവിച്ചു. ഇനി വേറൊരു രസം കൂടിയുണ്ട്. തൃശ്ശൂരിൽ വോട്ട് ചോരി ആരോപണം വരുന്നല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബമൊക്കെ വോട്ട് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും ഒന്നുകൂടി ചേർക്കുകയായിരുന്നു. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് എവിടെ വോട്ടെന്ന് അറിയാം? ഗുരുവായൂരാണ്. അതായത് ഗുരുവായൂർ ആണോ അദ്ദേഹം വോട്ട് ചെയ്യുക. അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോയി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരായിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോയി, ഇനി തൃശ്ശൂരിലാണ് വോട്ട്, ഗുരുവായൂരിലാണ് വോട്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്തരം വോട്ട് മാറ്റങ്ങൾ, വോട്ട് ചേർക്കലുകൾ ഈ SIR-ലും നടന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ് സുരേഷ് ഗോപി. യെസ്, അതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളാണ് വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. ഈ പറയുന്ന പോലെ എത്ര ആളുകൾ പുതുതായി വീണ്ടും വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള ശ്രമം നടത്തുമെന്നത്. എന്തായാലും കണക്കുകളിൽ വലിയ ദുരൂഹതകളുണ്ട്, പല ചോദ്യങ്ങൾ, പല സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്.